ഹലോ ഫ്രണ്ട്സ്, പേപ്പറിലൊക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു കേട്ടോ, ഒന്നെങ്കിൽ മിസ്സിങ് ആണ്, അല്ലെങ്കിൽ റാങ്ക് ഹോൾഡർ ആണ്. പഠിക്കുന്ന കാലത്ത് വല്ലതും പഠിച്ചാലല്ലേ പേപ്പറിൽ പോട്ടാൻ പറ്റുള്ളൂ. ഇത് രണ്ടുമല്ല, 50 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ആഗ്രഹമാണ് ബർത്ത്ഡേ ഘോഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതങ്ങോട്ട് സാധിച്ചു കൊടുത്തു ഫ്രണ്ട്സും ചേച്ചിയും ചേട്ടനും ഒക്കെ കൂടെ. എവിടെയാണെന്നല്ലേ, ഗാർഡൻ മാനുവർ ക്ലബ് മുണ്ടക്കയത്താണ്. അവിടുത്തെ മെമ്പർഷിപ്പൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പാട് വരികയല്ലോ കേട്ടോ. സ്വയം അവകാശപ്പെടുകയാണ്, ഞാൻ സുന്ദരനും സുമുഖനുമായ 50 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് നമുക്കങ്ങ് അംഗീകരിച്ചു കൊടുക്കുക അല്ലേ. അങ്ങനെ അതിൻ്റെ പരിപാവനമായ പരിപാടിയിലേക്ക് കടന്നു. കേക്ക് കട്ടിങ്ങാണ്. നോക്കിക്കേ, ചിരി കണ്ടില്ലേ? അയ്യോ, ഭാര്യയോട് അവിടെ വീട്ടിലെങ്ങും കുഞ്ഞുവർത്താനം പറയാനിടയില്ല. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോഴാണ് ചേട്ടൻ്റെ ഭാര്യയാണെങ്കിൽ തലേം കുത്തി കിടന്നാണ് ഫോട്ടോ എടുക്കുന്നത്. ചേട്ടനും ചേച്ചി മാത്രമേ നാട്ടിലുള്ളൂ, ബാക്കി എല്ലാവരും അബ്രോഡിലായതുകൊണ്ട് അതൊരു കുറവ് തന്നെയാണ്. പിന്നെ എന്താ ചെയ്യുക, ഉള്ളത് കൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ. അങ്ങനെ വളരെ ഭംഗിയായിട്ട് അതങ്ങോട്ട് നടന്നു. അപ്പോൾ ഒരു ചെറിയ ഹോളിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടി. അതൊരു വലിയ സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കണ്ടോ, മൂത്ത മകൻ ഔസേപ്പച്ചനാണ് ആദ്യം പൗഡറും തോണ്ടിക്കൊണ്ടുപോയത്. വലിയ കാര്യമായിട്ട് അനിൽ നല്ല ഒരുങ്ങിയൊക്കെ വന്നതായിരുന്നു. പക്ഷേ പിള്ളേരും ഭാര്യയും കൂടെ അത് മുഴുവൻ നാക്കി മുക്തി ഇങ്ങോട്ട് എടുത്തു. മേക്കപ്പ് എല്ലാം പോയി എന്ന് പറഞ്ഞാൽ മതിയില്ല. എന്തെങ്കിലും ആവട്ടെ, അല്ലാതെ ഇപ്പോൾ എന്നാ ചെയ്യുന്നത് അല്ലേ. കണ്ട, ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഒരു സസ്പെൻസ് വരുന്നത്. അതൊരു ഒന്നര സസ്പെൻസാണ് കേട്ടോ. അതിനു വേണ്ടി നമുക്ക് നോക്കിയിരിക്കാം. അങ്ങനെ കേക്ക് കട്ടിങ് തകൃതിയായിട്ട് നടക്കുകയാണ്. പൗഡർ മൊത്തം പോയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നോക്കിക്കേ, മൂത്ത മകനെ ഔസേപ്പച്ചൻ ആപ്പിൾ വാച്ചാണ് അങ്ങോട്ട് കൊടുത്തത്. ആഹാ, ചുമ്മാ സ്നേഹവും പരിഗണനയും ഒന്നും പോരാ, അത് കാണിക്കണം ജീവിതത്തിൽ. ഔസേപ്പച്ചൻ അങ്ങ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് തൃശ്ശൂർ പൂരത്തിന് പട്ടം കെട്ടി നിൽക്കുന്ന ആനയുടെ കൂട്ടൊരു നിൽപ്പുണ്ട്. ഓഹോ, എന്താ ഗമ, അടിപൊളി പോലെ. അത് കഴിഞ്ഞപ്പോഴാണ് ഭാര്യ ഇതിൽ കൂടുതൽ എന്താ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്, ഭർത്താവിനെ സന്തോഷിപ്പിക്കാനായിട്ട് അടിപൊളി ഡാൻസുമായിട്ട് വരുന്നു. ഞാനാണെങ്കിൽ ആദ്യം കാണുന്നതാണ്. നോക്കിക്കേ, എന്താ പെർഫോമൻസ്. അങ്ങനെ ഞാൻ മൂക്കിൻ്റെ ദാസാധാരങ്ങളൊക്കെ വീർത്ത് കണ്ണും തള്ളിയിരുന്ന് നോക്കിപ്പോയി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. എൻ്റെ ഭർത്താവ് ഇത്രയും നല്ലൊരു കലാകാരിയോ, നമുക്കത് ആസ്വദിക്കാം. പിന്നെ കസിൻസിൻ്റെ പിള്ളേരുടെയൊക്കെ ഡാൻസാണ്, ഒരു ഡാൻസ് മേള തന്നെ. കുറേ പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിള്ളേരും വലിയവരും എല്ലാം എൻജോയ് ചെയ്തു. നമുക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ സ്നേഹിക്കുന്നു, നമുക്ക് എന്തും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളുടെ ബർത്ത്ഡേ അത് തമാശയായിട്ടും സന്തോഷമായിട്ടും ഒക്കെ അങ്ങോട്ട് കോർത്തിണക്കി അങ്ങോട്ട് വലിയൊരു സംഭവമാക്കി മാറ്റി ഞങ്ങൾ. അത് കഴിഞ്ഞപ്പോഴാണ് ഔസേപ്പച്ചൻ്റെ ഇളയവൻ ഇങ്ങോട്ട് കയറിയൊരു ഡാൻസ്, പിന്നെ അവരുടെ കസിൻസ്. അങ്ങനെ വേണ്ട, എൻ്റെ കർത്താവേ, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു, പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കേട്ടോ, ഒരു കൊച്ചു കിടന്ന് ചാടുന്നുണ്ടോ, കയറിയപ്പോൾ തൊട്ട് ആ കൊച്ചിന് ഒരേ സ്റ്റെപ്പാണ്. പക്ഷേ എത്ര ആക്റ്റീവാണെന്ന് നോക്കിക്കുകയും. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അന്നക്കുട്ടി ഇളയ മകളിങ്ങോട്ട് കയറി. ഉണ്ടോ, ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത്, ഞാനും നിങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ലേ എന്നുള്ള മട്ടിലാണ് കൊച്ചിൻ്റെ ഡാൻസ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞൊരു വലിയ ആൾ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അനിലിൻ്റെ അമ്മായിപ്പൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്തിനാണെന്നോ, നല്ലൊരു കലാകാരനാണ്, പാട്ടിന് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ്. ഓൾറെഡി നമ്മുടെ കോപ്പിറൈറ്റ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ഫാദറിലൂടെ ലോകം അറിഞ്ഞില്ല. അതുകൊണ്ട് മൊത്തം കലാകാരന്മാരാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും അല്ലേ. പിന്നെ നമ്മുടെ ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നമ്മളങ്ങോട്ട് ഫോട്ടോ എടുക്കുകയാണ്. അതാണല്ലോ നമ്മുടെ മെയിൻ എവിടെ പോയാലും. പിന്നെ ഫുഡ് ലൈവായിട്ടുള്ള മസാല ദോശ ഉണ്ടായിരുന്നു, നെയ് റോസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, പൂച്ച കണ്ണടച്ച് മുട്ട തിന്നുന്ന പൂച്ച കണ്ണടച്ച് പാല കുടിക്കുന്നു. പക്ഷേ ഇത് ലേറുകണ്ണിട്ട് മുട്ട തന്നെ തിന്ന് വയറ് നിറയ്ക്കുകയാണ് കേട്ടോ. പോയത് മുതലാക്കി ഏതായാലും എൻ്റെ പാത്രം കണ്ട ഒട്ടും മോശം. ഞാനും അടിച്ച് കയറ്റുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് വന്നാണെങ്കിലും വിശപ്പിൻ്റെ വിളി നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ നല്ല കാര്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഓടി വന്നു, നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഫോട്ടോയും എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് സ്ഥലം കാലിയാക്കി.